കൂട്ടുകാരെ, നമുക്കിന്ന് ഇറച്ചിയില്ലാത്ത നല്ല അടിപൊളി ഇറച്ചി റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. അതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം സോയാബിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ സോയാബിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി ഒന്ന് പുഴുങ്ങിയെടുക്കാം. നമുക്ക് ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട്, കത്തിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോയാബി ഇതിലിട്ട് കൊടുക്കാം. ഞാൻ 100 ഗ്രാം സോയാബിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് വേകട്ട്, അതുവരെ നമുക്ക് മൂടി വെക്കാം. 4 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് വെന്തോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊന്നിരി ഇളക്കി കൊടുക്കാം. ഇനി ഒന്നുകൂടി മൂടി വെക്കാം. ഇപ്പം നമ്മുടെ സോയാബി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇതിവിടെ ഒന്ന് ചൂടാറിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള മസാലപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 ലേശം പട്ട ഇതിലിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് വലിയ ജീരകം, ഒരു 3 ഉണക്കമുളക് മുറിച്ചത്. കുരുമുളകും മുളകും ഇടുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക, നോക്കിയിട്ട് ഇട്ടാൽ മതി. 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒരു ചെറിയ തീ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അടി പിടിക്കാതെ വറുത്തെടുക്കണം കേട്ടോ. ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ. അപ്പം നമ്മുടെ പാകത്തിന് അത് വറന്ന് വരും. ഇപ്പം നമ്മുടെ മസാല ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ മസാലയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. കണ്ട പല 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 കേൾക്കണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. നമ്മുടെ മസാല നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൂടാറാൻ വെച്ച സോയാബീന് വെള്ളത്തിൽ നിന്നെടുത്ത് പിഴിഞ്ഞെടുക്കുക. സോയാബീനിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇതാ ഇത് കണ്ടില്ലേ, പിഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട്. അങ്ങനെ നമ്മുടെ സോയാബീൻ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്കിത് മസാല ഉണ്ടാക്കിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതാ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ ഒരു 1.5 വലിയ ഉള്ളിയാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് ഉണ്ടാവും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത്. ഇനി ചതച്ചില്ലെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാവും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അങ്ങനെ ഉള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്.
നമുക്കൊരു 2 ടേബിൾ സ്പൂണ് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതാ സോസ് ഇല്ലെങ്കിൽ ഒരു വലിയ തക്കാളി മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇത് പിടിച്ചേ, ഇതൊന്ന് വടിച്ചൊഴിക്കട്ടെ. ഇപ്പം സോസിൻ്റെ പച്ചമണമൊക്കെ മാറി നമുക്കിനി ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച സോയാബീൻ ഇതിൽ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ സോയാബീൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കണത്. നമ്മളത് പിഴിഞ്ഞെടുക്കുമല്ലോ, ആ പിഴിയുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ പോവും. അപ്പം നമുക്ക് മസാലയ്ക്ക് വേണ്ട ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് ഇനി നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം. ചെറിയ തീയെ വെക്കാൻ പാടുള്ള. ഇനി 2 മിനിറ്റ് അടുപ്പത്ത് നമ്മൾ വെക്കുകയാണ്. അപ്പം സോയാബീൻ നല്ലപോലെ മസാല പിടിച്ച് വരാനാണ് 2 മിനിറ്റ് അങ്ങനെ വെക്കണത്. അങ്ങനെ ഇപ്പം നമ്മൾ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലേശം മല്ലിച്ചപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഒരു നാരങ്ങയുടെ പാതി നാരങ്ങയുടെ നീരിതിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഇറക്കി വെക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേട്ടോ മക്കളെ.